കുഴപ്പമുണ്ട്. ആകെ കളിപ്പോ പോലെയല്ലോ. ഞാൻ നോമ്പൊക്കെ എടുക്കാം, പക്ഷെ ഉച്ച വരെ എടുക്കുള്ളൂ. കുടുവിന് വൈകുന്നേരം വരെ നിൽക്കാനുള്ള കഴിവുണ്ടോ? ആര് പറഞ്ഞത്? നോമ്പെടുത്തിട്ട് വെള്ളം കുടിച്ചു നോക്കാൻ പറ്റുന്നല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നോമ്പെടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നോമ്പെടുത്തപ്പോൾ ഗൈസ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ നോമ്പെടുത്തിരിക്കണം കേട്ടോ. ഗൈസ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ നോമ്പെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നോമ്പെടുത്തപ്പോൾ അമ്മൂനും കുടുവിനും അക്കൂനൊക്കെ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കും എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാനാണ് എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് കണ്ണടഞ്ഞിട്ട് ഉറങ്ങി എണീക്കേണ്ട സമയമാണ് ഗൈസ്. സമയം 4 മണിയായിട്ടുള്ളൂ. ഇന്ന് 4 മണിക്ക് വന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഇവർ ആരും എണീക്കണില്ല ഗൈസ്. എണീക്കടേ അക്കുവാ കൊഞ്ച് അക്കു വിളിച്ചിട്ടാ എനിക്കിരുന്നേ എനിക്ക് അങ്ങനെ ഇരിക്കുക. കുറച്ച് നേരം അങ്ങനെ ഇരിക്കുക. ഒരു 100 വട്ടം ഞാൻ പറഞ്ഞു ഈ പണിക്ക് നിൽക്കണോ വേണയോ എന്ന് ചോദിച്ചല്ലേ കുടുവാ. എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, കടന്നോ. നോമ്പ് വേണാ വേണമെങ്കിൽ എണീറ്റോ പല്ലച്ച് പോയിട്ട്. എല്ലാവരും നമ്മുടെ ടോയ്ലറ്റിലൊക്കെ പോയി വന്നു തുടങ്ങി. ഞാൻ മാത്രം ഇങ്ങനെ സത്യത്തിലിടയിൽ ഉറങ്ങുകയാണ്. കുറച്ച് നേരം കൂടെ ഉണ്ട്. ഒരു 4:45 കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കണത് കേട്ടോ. എല്ലാവരും മൊത്തം എണീപ്പിച്ച് പല്ലൊക്കെ തെപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ കാര്യം വന്നപ്പോൾ എനിക്ക് പല്ലേക്കാൻ മടിയായിട്ട് പോയി ഗൈസ്. കണ്ണൊക്കെ ഇങ്ങനെ മിഴീണില്ല. പക്ഷെ അന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് കുഴപ്പമില്ല. ഇന്ന് കുഴപ്പമുണ്ട്. ആകെ കളിപ്പോയി പോലെയല്ലോ. നമ്മുടെ വീട്ടിൽ ട്യൂബ്ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് നേരം ഒരു ഷിവറിങ് ഉണ്ട്. അതാണ് നമുക്കൊരു ലൈറ്റ് ഇല്ലാത്തത്. കാണിച്ചിട്ടാ ഇട്ടുണ്ട്. ഒരു മൂടി എഫക്റ്റാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കുറച്ച് കഴിഞ്ഞ് ശരിയാവും. കഴിഞ്ഞ ദിവസമൊക്കെ ഫസ്റ്റത്തെ അല്ലേന്ന് കരുതിയിട്ട് ഭയങ്കരമായിട്ട് കുളിക്കാതെ ചെയ്തു. പക്ഷെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് കുളിക്കൊന്നും വേണ്ട, വൈകുന്നേരം കഴിയാൻ മതിയത്. ഗൈസ് അപ്പോൾ തുടങ്ങല്ലേ? അപ്പോൾ ഗൈസ് ഞങ്ങൾ ചെറുപയർ കഞ്ഞിയാണ് ഇട്ടതിന്ന് കുടിക്കണേ. ഇതെൻ്റെ പപ്പടം ഉണ്ട്, പിന്നെ നമ്മുടെ അച്ചാറുണ്ട്. പിള്ളേരങ്ങനെ അച്ചാർ കഴിക്കില്ല, അതാണ് കുറച്ചെടുത്തിട്ടുള്ളത്. വില കളയിലൂടെ നമ്മുടെ കൂടെ അച്ചാർ കഴിക്കൂടാ ഇല്ലെന്ന് പറയാം. അപ്പോൾ ഗൈസ് ചൂടില്ലല്ലോ. ചൂടില്ല. 10 മണിക്ക് വെച്ചത്. അയ്യോ അടിയെന്നല്ല ഗൈസ്. അപ്പോൾ ഒരു ചെറിയ ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാവിലെ എനിക്ക് വെക്കാൻ പഠിച്ചിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ ഈ പെടലി ഈ ചെറുപ്പം മനഃപൂർവ്വമായിട്ട് അച്ചാറ് പത്രം എടുക്കുന്നത് സാല ഞങ്ങൾ കണ്ടെത്തുണ്ട്. അതല്ല, കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു അമ്മാമ്മ എനിക്ക് വേണ്ടി കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ എനിക്കിട്ട് അത് വെക്കാൻ കുറച്ചുകൂടെ നേരത്തെ വെക്കണ്ടേ. അമ്മ അക്കുവിന്റെ ഫ്രെയിം കളയട്ടെ. അപ്പൊ ഓവറാണ്. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? അമ്മ ഉണ്ടാക്കി. അമ്മ വേറെ പണിയൊന്നുമില്ലല്ലോ, അത് നേരത്തെ എണീറ്റുണ്ടാക്കിയായിരുന്നു. ഞങ്ങൾക്കിന്ന് അത്ര നേരത്തെ എണീക്കാൻ മടിയായതുകൊണ്ട് മാത്രം എണീറ്റില്ല. ഇന്നലെ രാത്രി ഞാൻ കിടക്കണേക്കാളും മുന്നേ അത് വേവിച്ചിട്ട് ഞങ്ങൾ കടന്നു. കുക്കറും തുറന്നൊന്നുമില്ല, വേവിച്ചിട്ട് ഞങ്ങൾ ഒരു 10:30 ഉണ്ടാവൂലേ ആ നേരത്ത് കടന്നു. ഇത് രാവിലെ എണീച്ചിട്ട് അങ്ങനത്തെ കഴിക്കാൻ ചേർന്ന് കേട്ടോ. പിന്നെ ചെറുപയർ കഞ്ഞി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, നമ്മൾക്ക് ചോറാവും. ഇത്ര നേരത്തെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പറ്റില്ല, ചോറ് കഴിക്കാൻ തോന്നില്ല. കഴിഞ്ഞ ദിവസവും ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം അത് തന്നെയായിരുന്നു. പേടിച്ചിട്ടാണ് കഴിക്കുന്നത്. നേരത്തെ ചോറ് കഴിക്കാൻ പറ്റില്ല. രണ്ടാമത് ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും പറ്റില്ല, അതൊന്നും ഏൽക്കില്ല, വൈകുന്നേരം വരെ നിൽക്കില്ല. അതേസമയം ചെറുപയർ കഞ്ഞി ആകുമ്പോൾ നമുക്ക് ഒരുപാട് നേരം നമുക്ക് നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പം വെള്ളമല്ലേ, കൂടുതലും വെള്ളമായിട്ട് പോകുന്നുണ്ട്, കഞ്ഞിയായിട്ട് പോകുന്നുണ്ട്, ചോറായിട്ട് പോകുന്നുണ്ട്, ചെറുപയർ പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ. അമ്മ പാട്ട് പാടുക. എന്ത് ബാക്കി പറഞ്ഞു? എന്ത് ബാക്കി? അക്കു ഒരു പാട്ട് പാടിയ എന്താ പാട്ടൊക്കെ പാട്. ഇവനില്ലേ ഗൈസ്, ഇത് ക്യാമറ കൊണ്ട് ഭയങ്കര ഷോ കാണിക്കണം കേട്ടോ. കഴിഞ്ഞില്ലേ? ഇനി പാട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഈ പാട്ടോട് അക്കു ഇന്നലെ ഗൈസ്, അവൻ ഇന്നലെ എനിക്ക് ഡാൻസ് കളിച്ചു വന്നു കേട്ടാ. അവന്റെ കോളേജില് എപ്പോഴേ കോളേജിൽ വന്നിട്ട് അപ്പൊ അവന്റെ സ്കൂളിൽ ആനിവേഴ്സറി അവർക്ക് എന്തോ കാരണത്താല എന്തോ സംഭവം തന്നെയല്ലേ, നമുക്ക് മനസ്സിലായില്ലേ? അതായത് കഴിഞ്ഞ മാസം ഉണ്ടാവേണ്ടതായിരുന്നു, അത് ഈ മാസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ ഈ മാസം ലാസ്റ്റ് ആക്കണം ഒരു ആനിവേഴ്സറി വരുന്നത്. അപ്പൊ അവന്റെ ഡാൻസ് കളിച്ചത് എങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെയോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ചെറുപയർ കഞ്ഞിയുടെ കഥയായിരുന്നു. ചെറുപയർ കഞ്ഞി അപ്പോൾ ഇത് അടിപൊളി സെറ്റാണ്. കുറച്ച് വൈകുന്നേരം നമുക്ക് അപ്പോൾ വൈകുന്നേരം വരെ നമുക്ക് നിൽക്കാൻ വേണ്ടിയാണ് ചെറുപയർ കഞ്ഞി സെലക്ട് ചെയ്തത്. എന്നിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇവര് എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് അറിയില്ല. ഇതോ എന്താവും? കുറച്ചുകൂടെ പറഞ്ഞു തരട്ടെ. ക്ലാസ്സിൽ പോയിട്ട് ഷോ കാണിക്കേണ്ട നോമ്പ് എന്ന് പറഞ്ഞിട്ട് നോമ്പ് അതെ ഷോ കാണിക്കാൻ നിൽക്കൊന്നും വേണ്ട. കഴിച്ചെങ്കിൽ കഴിച്ചു എന്ന് പറയാനൊന്നും കുഴപ്പമില്ല. അക്കു ഇന്നലെ നോമ്പ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്താ പറഞ്ഞറിയോ, ഞാൻ നോമ്പൊക്കെ എടുക്കാം പക്ഷെ ഉച്ച വരെ എടുക്കുള്ളൂ. അതെന്താണ് ഉച്ച വരെ? അക്കു അതെന്താ ഉച്ച വരെ ഉള്ള കണക്ക്? അതെ രാവിലത്തെ ഫുഡ് ഇപ്പൊ കഴിച്ചിട്ടു. ഉച്ചയാകുമ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാം. ആ ഒരു ഇതിലാണ് അക്കു. കഞ്ഞി തരാട്ടാ. കുടുവിന് വൈകുന്നേരം വരെ നിൽക്കാനുള്ള കഴിവുണ്ടോ? ക്ലാസ്സിൽ എത്ര പേര് നോമ്പ് എടുക്കുന്നുണ്ട്? കുറെ പേര് നോമ്പ് എടുക്കണ്ടോ? ഇവന്റെ ക്ലാസ്സിൽ ചക്ക നോമ്പെടുത്തു ഉത്തരായതുകൊണ്ട് ഉച്ചക്ക്. ആരാ പറഞ്ഞത്? നോമ്പെടുത്തിട്ട് വെള്ളം കുടിച്ചു. അല്ല കുടുവാണത് പറഞ്ഞത്? ഇവൻ തന്നെ രണ്ട് ബീത്ത് ചക്ക നോമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിച്ചു ഉത്തരായ. അതെന്താണ് വെള്ളം കുടിക്കാൻ പാടില്ലല്ലോ വെച്ച് പറയണേ? അത് കുഴപ്പമില്ല, വെള്ളമൊക്കെ കുടിക്കാം. ഈ അച്ചാർ ആരാ കൊണ്ടുവന്നത്? ഇന്നത്തെ അച്ചാർ ബിരിയാണി. പക്ഷെ നല്ല രസമുണ്ട് അച്ചാറ്. എന്തെങ്കിലും ഒന്ന് പറയാന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടാണ് ഗൈസ്. നമ്മുടെ ഇവിടെ മൈക്കും കൊണ്ടാണ്ട് അങ്ങനത്തെ ഒന്നുമില്ല. ഉള്ളത് വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കണത്. കുറേ സൗണ്ടൊക്കെ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നൈസായിട്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഒരു വേറെ സംഭവം ഗൈസ്. അപ്പോൾ എപ്പോഴും ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ടിരിക്കണതാണ്. പക്ഷേ ആ നേരത്ത് നമ്മൾ ഉറക്ക പിച്ചിലൊക്കെ എടുത്തതല്ലേ, അപ്പോൾ എനിക്ക് ആകെ ചാർജ് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. കറണ്ട് വരുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയി. സീനില്ല, നമ്മുടെ എല്ലാ കാര്യം ഇങ്ങനെ തന്നെയാണ്, അതിൻ്റെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നല്ലോണം പിള്ളേർക്കും ഞാനും അമ്മ നന്നായിട്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പിള്ളേരെ കഴിച്ചു. അതിന് പുറമെ ഞങ്ങൾ ഓരോ നേന്ത്രപ്പഴമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയറൊക്കെ സെറ്റായി പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് സംഭവം നമ്മൾ ഇരുന്നുണ്ടായിരുന്നു. കാരണം 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നല്ല ദിവസങ്ങളല്ലേ, പഠിക്കാം. പിന്നെ പരീക്ഷ ആയി തുടങ്ങി. എനിക്കാണെങ്കിൽ സ്റ്റഡി ലീവാ, പിള്ളേർക്ക് ഇങ്ങോട്ട് പരീക്ഷ തുടങ്ങുകയാണ്. അപ്പം പഠിക്കാനൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ പായൊക്കെ കണ്ടപ്പോൾ ഉറങ്ങാനുള്ള ടെൻഡൻസി ഒക്കെ വന്ന് ഉറങ്ങി. പിന്നെ എനിക്ക് 7 മണിയായി. പിള്ളേർക്ക് ഞാൻ സ്നാക്സും വെള്ളവും പിന്നെ ടിഫിനൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് വിശക്കേ അങ്ങനെ എന്താ വന്നു ഞാൻ പറഞ്ഞു, വിശക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാൻ നിൽക്കണ്ട, കഴിച്ചോ, ഒന്നും കുഴപ്പമില്ല, ആർക്കും പറയാണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടൊക്കെ പോയിട്ടുണ്ട്. കഴിക്കണേയും കഴിച്ചോട്ടെന്ന് കരുതിയിട്ടാണ്. അമ്മ വന്നിട്ടുണ്ടെങ്കിലും അമ്മ എന്തായാലും എടുക്കും. അവർക്ക് ചെറിയൊരു പണിയൊക്കെ എനിക്ക് തന്നിട്ടാണ് മുപ്പത്തി പോയിരിക്കുന്നത്, വേറെ കാര്യം. അങ്ങനെ ഇതുവരെ എല്ലാം സെറ്റാണ്. ഇനി വേണം പഠിക്കാതിരിക്കാൻ.